നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. 2 നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തിയത് അമ്മ അനീഷയാണ്. ആദ്യത്തെ കുട്ടിയെ 2021 നവംബർ 6-നാണ് കൊലപ്പെടുത്തുന്നത്. കൊല നടത്തിയ അന്ന് തന്നെ യുവതി കുഞ്ഞിനെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി. മാസത്തിന് ശേഷം കുഴി തോണ്ടി അസ്ഥികൾ എടുത്തെന്നും ഭവിന് കൈമാറിയെന്നും എഫ്ഐആറിൽ പറയുന്നു. തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആർ. 2021 നവംബർ 6-നാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. ആദ്യ മൊഴിയെടുപ്പ് പ്രകാരം കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നതടക്കമുള്ള മൊഴികളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇതിലാണ് ഇപ്പോൾ നവജാത ശിശുക്കളെ 2 പേരെയും അമ്മ കൊലപ്പെടുത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. 2024 ഓഗസ്റ്റ് 29 ചേട്ടന്റെ മുറിയിൽ വെച്ച് 2ാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. 2ാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30 മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിട്ടു. 2ാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥിയെടുത്തു. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയെടുത്തത് 8 മാസത്തിന് ശേഷമാണെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നും പൊതിക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എന്ന യുവാവ് ഇന്നലെ രാത്രിയാണ് എത്തിയത്. തനിക്ക് ആൺ സുഹൃത്തിലുണ്ടായ കുട്ടികളുടേതാണ് അസ്ഥി എന്നായിരുന്നു യുവാവിന്റെ തനിക്ക് പെൺ സുഹൃത്തിലുണ്ടായ കുട്ടികളുടേതാണ് അസ്ഥി എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ. യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. അനീഷയാണ് 2 കൊലപാതകങ്ങളും നടത്തിയത്. ആദ്യത്തെ കുട്ടിയെ 2021 നവംബർ 6-നാണ് കൊലപ്പെടുത്തുന്നത്. കൊല നടത്തിയ അന്ന് തന്നെ യുവതി കുഞ്ഞിനെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. ഇത് ദൃക്സാക്ഷികൾ കണ്ടു എന്നതടക്കമുള്ള മൊഴികളും പുറത്തു വരുന്നുണ്ട്. ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട് 8 മാസങ്ങൾക്ക് ശേഷമാണ് കുഴി തോണ്ടി അസ്ഥികൾ പുറത്തെടുത്ത് ഭവിന് കൈമാറിയെന്നും എഫ്ഐആറിൽ പറയുന്നു. യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് ഭവിയെ അനീഷയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. നവജാത ശിശുക്കളിൽ 2ാമത്തെ കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആദ്യത്തെ കുട്ടി പൊക്കിൾ കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നായിരുന്നു യുവതിയുടെ മൊഴി. ഇപ്പോൾ ആ സംഭവത്തിലാണ് അത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. 2 നവജാത ശിശുക്കളെയും അനീഷ തന്നെയാണ് കൊന്നതെന്നാണ് ഇപ്പോൾ എഫ്ഐആറിൽ വ്യക്തമാകുന്നത്. തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. 2021 നവംബർ 6-നാണ് അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത്. 2024 ഓഗസ്റ്റ് 29 ചേട്ടന്റെ മുറിയിൽ വെച്ച് 2ാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നു എന്നും എഫ്ഐആറിൽ പറയുന്നു. 2ാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30 മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിട്ടു. 2ാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥിയെടുത്തു. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി 8 മാസത്തിന് ശേഷമാണ് പുറത്തെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 നവജാത ശിശുക്കളെയുമാണ് അമ്മ കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 1ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പൊക്കിൾ കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു എന്നായിരുന്നു യുവതിയുടെ മൊഴിയുണ്ടായിരുന്നത്. 2ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതിക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവി എന്ന യുവാവ് എത്തിയതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ തുടക്കമാകുന്നത്. തനിക്ക് പെൺ സുഹൃത്തിലുണ്ടായ കുട്ടികളുടേതാണ് അസ്ഥി എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ. യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഭവിയെയും അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നവജാത ശിശുക്കളിൽ 2ാമത്തെ കുട്ടിയുടേത് കൊലപാതകമെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു. കുട്ടി ജനിച്ച ഉടനെ തന്നെ കരയാൻ തുടങ്ങിയപ്പോൾ അനീഷ മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ആദ്യത്തെ കുട്ടി പൊക്കിൾ കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ തന്നെ വെച്ച്
മരിച്ചു എന്നതായിരുന്നു ആദ്യം യുവതി മൊഴി നൽകിയിരുന്നത്. എന്നാൽ 2 നവജാത ശിശുക്കളെയും അനീഷ തന്നെ കൊന്നതാണെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാകുന്നത്. രണ്ട് നവജാത ശിശുക്കളെയും അമ്മ കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. 2021 നവംബർ 6 ആദ്യ കുഞ്ഞിനെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2024 ഓഗസ്റ്റ് 29 രണ്ടാമത്തെ കുഞ്ഞിനെയും അമ്മയായ അനീഷ കൊലപ്പെടുത്തി. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെക്കുകയായിരുന്നു. ഓഗസ്റ്റ് 30 ആൺ സുഹൃത്ത് ഭവിന്റെ അമ്മ വീട്ടിലെത്തിച്ച് പറമ്പിൽ കുഴിച്ചിട്ടു. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി എടുത്തത് 8 മാസങ്ങൾക്ക് ശേഷമാണ്. രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥി എടുക്കുകയായിരുന്നു. 2 കൊലപാതകവും നടത്തിയത് അമ്മ അനീഷ തന്നെയെന്ന് എഫ്ഐആറിൽ പറയുന്നു. തൃശൂരിൽ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അമ്മയുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നു. കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിന് കാണിച്ചു കൊടുത്തു. തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വരുന്നത്.